പ്രതികാരം പ്രയാണമാണ്. അതിനൊരുങ്ങുന്നവന്റെയും അതിന് ഇരയാകുന്നവന്റെയും. മലയാളത്തിലെ ഒരു അണ്ടർ റേറ്റഡ് റിവഞ്ച് സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് ഇങ്ങനെയാണ്. കേരളത്തിലെ ഏറ്റവും പുരാതന കലാരൂപമായ കഥകളിയുടെ തീമിൽ പറഞ്ഞ ഒരു കിടിലം ത്രില്ലർ. മകനെ കൊന്നവനെ കൊല്ലാൻ വഴി നോക്കി നടക്കുന്ന ഡോണായ ഒരച്ഛനും തന്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയ ശത്രുവിനെ കൊല്ലാൻ നടക്കുന്ന ഒരു കഥകളി നടനും ഒന്നിക്കുന്നു. കാരണം അവരുടെ രണ്ടുപേരുടെയും ശത്രു ഒരാളായിരുന്നു. ശേഷം കാരണവർ എന്നറിയപ്പെടുന്ന ആ ഡോൺ നാട്ടിൻപുറത്തുകാരനായ യുവാവിന് ഇരുവരുടെയും പ്രതികാരം നടപ്പിലാക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമ അന്നുവരെ കാണാത്ത രീതിയിലാണ് ആ കഥ പറഞ്ഞു പോയത്. ഓരോ ഘട്ടം ഘട്ടമായി സിനിമയെ തിരിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിനും കഥകളി അവതരണത്തിലെ വിവിധ ചടങ്ങുകളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് തോടയം, ആട്ടം എന്നിങ്ങനെയൊക്കെ. കഴിഞ്ഞിടെ പുറത്തിറങ്ങിയ അനിമൽ എന്ന ഹിന്ദി ചിത്രത്തിൽ ഒരു ഫൈറ്റ് സീനുണ്ട്. ഇടനാഴിയിലൂടെ വരുന്ന മാസ്ക് ഇട്ട വില്ലന്മാരെ നേരിടുന്ന നായകൻ. ഇതുപോലൊരു സീൻ വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ഈ സിനിമയിലുമുണ്ട്. കാരണവർ എന്ന ഡോണായി മഹാനടൻ തിലകനും പ്രതികാരദാഹിയായ യുവാവിന്റെ വേഷത്തിൽ ഇന്ദ്രജിത്തും മരിച്ചിട്ടും ജീവിക്കുന്ന അമ്പരപ്പിക്കുന്ന വില്ലനായി സിദ്ദിഖും ഞെട്ടിച്ച സിനിമ. ഇന്ത്യൻ സിനിമയിലെ എണ്ണം പറഞ്ഞ സംവിധായകരിൽ ഒരാളായ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആദ്യത്തെ സിനിമ. അതെ, 2010 പുറത്തിറങ്ങിയ നായകൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ചിത്രം. OTT പ്ലാറ്റ്ഫോമായ സൺനെക്സ്റ്റിൽ ചിത്രം അവൈലബിൾ ആണ്. കാണാത്തവർ പോയി കണ്ടു നോക്കുക. കണ്ടവർ അഭിപ്രായം പറയാൻ മറക്കരുത്. സിനിമ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നതിനൊപ്പം പേജ് ഫോളോ ചെയ്യാൻ കൂടി ശ്രമിക്കുക.